മദ്യമില്ലാതെ കേരളമില്ല എന്ന അവസ്ഥയാണ് എല്ലാ അർത്ഥത്തിലും. മദ്യം സംസ്ഥാനത്തിന്റെ വലിയൊരു വരുമാന സ്രോതസ്സാണ്. മദ്യപിക്കുന്നവരുടെ എണ്ണവും കൂടുതലാണ്. ദുഃഖത്തിലും സന്തോഷത്തിലും ആഘോഷത്തിലുമെല്ലാം കൂട്ടായി മദ്യം എത്തുന്നു. സംസ്ഥാനത്തിനുള്ളിൽ മദ്യത്തിന്റെ ഉൽപ്പാദനം പ്രോത്സാഹിപ്പിക്കുവാൻ ഒരുങ്ങുകയാണ് സർക്കാർ. ഇതിനായി പ്രാദേശിക ഡിസ്റ്റിലറികളിൽ സ്വകാര്യ നിക്ഷേപത്തിന് അനുമതി നൽകും. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ കയറ്റുമതിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ബ്രാൻഡ് ഉടമകളിൽ നിന്നും വിദേശ മലയാളികളിൽ നിന്നുമാണ് നിക്ഷേപം പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന ഡിസ്റ്റിലറികളിലേക്ക് നിക്ഷേപം ആകർഷിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ സർക്കാർ ഒരു വിദഗ്ധ സമിതിയെ നിയോഗിച്ചിരുന്നു. സമിതി കഴിഞ്ഞ മാസം അവസാനം റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. നിക്ഷേപം തടസ്സപ്പെടുത്തുന്ന കാലഹരണപ്പെട്ട അനാവശ്യ നിയന്ത്രണങ്ങൾ ഒഴിവാക്കണം, ബിസിനസ് പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. മദ്യം കയറ്റുമതി ചെയ്യാൻ NOC എടുക്കണമെന്ന നിബന്ധന പിൻവലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. നിലവിൽ കുപ്പിയിലെ ലേബലിൽ എന്ത് മാറ്റം വരുത്തുവാനും എക്സൈസിന്റെ അനുമതി തേടേണ്ടതുണ്ട്. ഇതിനായി ഫീസും അടയ്ക്കണം. ഈ അവകാശം പൂർണ്ണമായും ഉൽപ്പാദകന് നൽകണം. തെറ്റായ വിവരങ്ങൾ ലേബലിലുണ്ടെങ്കിൽ എക്സൈസിന് പരിശോധിക്കാം. കൂടാതെ എക്സൈസിന്റെ സേവനങ്ങൾ ഏകജാലക സംവിധാനത്തിലൂടെ നൽകണം. മാത്രമല്ല, സർക്കാരിന് കാര്യമായ വരുമാനമില്ലാത്ത മദ്യത്തിന്റെ എക്സ്പോർട്ട് ലേബൽ അപ്രൂവൽ ഫീസ്, ബ്രാൻഡ് രജിസ്ട്രേഷൻ ഫീസ്, എക്സ്പോർട്ട് പാസ് ഫീസ് എന്നിവയും ഒഴിവാക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും റിപ്പോർട്ടിലുണ്ട്. കേരളത്തിനുള്ളിൽ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ കൊണ്ടുപോകുമ്പോൾ 2 എക്സൈസ് ഗാർഡുകളുടെ അകമ്പടി വേണമെന്ന നിബന്ധനയും മാറണം. കൂടാതെ എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളിന്റെ ടെസ്റ്റിംഗിനായി കൂടുതൽ ലാബുകൾ വേണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. 2021-22 സാമ്പത്തിക വർഷത്തിൽ 90 ലക്ഷം വിദേശ മദ്യത്തിന്റെ കേസുകളാണ് ഇന്ത്യയിൽ നിന്നും കയറ്റുമതി ചെയ്തത്. ഇതിൽ 20,000 കേസുകൾ മാത്രമേ കേരളത്തിൽ കൈകാര്യം ചെയ്യുവാൻ സാധിച്ചുള്ളൂ. 15 ലക്ഷം കേസുകൾ കയറ്റുമതി ചെയ്യുന്ന ഉത്തർപ്രദേശാണ് മുന്നിൽ. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യ കയറ്റുമതിയുടെ മൊത്തം മൂല്യം 3000 കോടി രൂപയാണ്. ഇതിൽ കേരളത്തിന്റെ വിഹിതം 10 കോടിയേ ഉള്ളൂ. സംസ്ഥാനത്തെ ഉൽപാദന ശേഷിയുടെ 55% ഉപയോഗശൂന്യമാണ്. കടുത്ത നിയമങ്ങളും ശക്തമായ നിയന്ത്രണങ്ങളുമാണ് കേരളത്തിൽ ഈ മേഖലയെ പിന്നോട്ട് വലിക്കുന്നത്. കേരളത്തിൽ 17 ഡിസ്റ്റിലറികളെ പ്രവർത്തിക്കുന്നുള്ളൂ. ഇതിൽ 15 എണ്ണം സ്വകാര്യ മേഖലയിലും 2 എണ്ണം പൊതുമേഖലയിലുമാണ്. പുതിയ നിക്ഷേപകർ മാത്രമല്ല, പരിചയസമ്പന്നരായ ദേശീയ കമ്പനികൾ പോലും കേരളത്തിൽ നിക്ഷേപം നടത്തുന്നതിൽ നിന്നും പിന്മാറുകയാണ്. സംസ്ഥാനത്തിന് പുറത്തുള്ള കമ്പനികളുമായി ബന്ധം സ്ഥാപിക്കുമ്പോഴും ഉത്തരവാദിത്തത്തോടു കൂടിയുള്ള ഉൽപ്പാദനം പ്രാദേശിക ലൈസൻസിയുടെ ചുമതല തന്നെയായിരിക്കും. പങ്കാളിത്തത്തിന് കാത്തിരിക്കുന്ന ഡിസ്റ്റിലറികൾക്കെല്ലാം നിക്ഷേപം ലഭിക്കും. ഇത് മദ്യോൽപാദനത്തിനുള്ള യന്ത്രസാമഗ്രികൾ നവീകരിക്കുവാനും ഇതിലൂടെ മാർക്കറ്റിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനും ഡിസ്റ്റിലറികളെ പ്രാപ്തരാക്കും. നിക്ഷേപകർക്ക് പ്രാദേശിക ഡിസ്റ്റിലറികളുമായി സഹകരിച്ച് മദ്യ ബ്രാൻഡുകൾ നിർമ്മിച്ച് കയറ്റുമതിക്ക് അവസരമൊരുക്കുകയാണ് ശുപാർശ ലക്ഷ്യമിടുന്നത്. KSIDC മാനേജിംഗ് ഡയറക്ടർ S. ഹരികിഷോർ അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ടിൽ സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം ഉടനുണ്ടാകും. സ്വകാര്യ നിക്ഷേപങ്ങൾക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ഗോവയിലും കർണാടകത്തിലും ഉണ്ടായതുപോലൊരു മദ്യ വ്യവസായ വളർച്ച കേരളത്തിലും പ്രതീക്ഷിക്കാം.